ടിക്കറ്റ് ഫ്രെഡി ഇളയരാജ കാണാൻ പോയിരിക്കാ. മോനി ഇരിക്കൂ. അവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കാം. എന്താ വരാൻ പറഞ്ഞേ? അല്ല പിന്നെ മോനും ഫ്രെഡിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു വലിയ പ്രശ്നം. അല്ല, ലോട്ടറി പ്രശ്നം, എക്കണോമിക്സ്, ധനതത്വം, പണപ്രശ്നം. പണപ്രശ്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനിക്ക് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നീ പറ. ഈ മനുഷ്യന്റെ സ്ഥിതിഗതികളെ വളച്ചേട്ടാ കാര്യം പറയടേ. മോന് ഫ്രെഡിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം. അത്രേ ഉള്ളൂ? എത്ര കൊടുക്കണം? 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം? പറയൂ. അത്രയൊന്നും വേണ്ട, ഒരു 20, 25, 30. You mean 30,000? യെസ്, വി മീൻ 30,000. ശരി, ഞാൻ ഇപ്പൊ തന്നെ പപ്പയോട് ചോദിച്ചു വാങ്ങിച്ചു. കുഴച്ചു. എന്ത് പറ്റി? അല്ല മോന് ഈ കാര്യം ചെയ്ത് പപ്പയോട് പറഞ്ഞാൽ ഞങ്ങൾ 2 അല്ല 3 പേരും കമ്പി എഴുതേണ്ടി വരും. അല്ല പിന്നെ മോനിന്റെ സ്വന്തം കാശ്, ഈ പേഴ്സ് കൊണ്ട് നടക്കുന്ന കാശ്, പോക്കറ്റ് മണി ഒരു 30,000 എടുക്കാൻ കാണൂലേ? അയ്യോ, പപ്പയോട് ചോദിക്കാതെ ഞാൻ ഒരു പൈസ പോലെ എടുക്കാറില്ല. പക്ഷേ നമുക്ക് ഈ പ്രോബ്ലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അപ്പൊ പപ്പയോട് 30,000 ചോദിക്കണ്ടേ? അത് പിന്നെ അവനോടും കൂടി ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രെഡ് എപ്പോ വരും? എവിടെ വരാൻ, അവൻ അറിയാതെ അല്ലേ ഈ കമ്പോസിങ്. ഫ്രെഡിക്ക് എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നു. അതെ, അതായിരുന്നു എന്റെ ശരി. വെരി കറക്റ്റ്. എന്തായാലും ഞാൻ പപ്പയോട് ചോദിക്കും. അയ്യോ, മോനിക്ക് ശരിക്കും പപ്പയോട് കാശ് ചോദിക്കൂ? അങ്ങനെ ചെലവാവൂ? കൊള്ളാം, മിടുക്കന്മാർ. താങ്ക് യു. ഇപ്പൊ വെടിപ്പായില്ലേ? അവള് പപ്പയോട് കാശ് ചോദിക്കും, സംഗതി ആകെ കുളമാകും. ഓർത്തിട്ട് ഇപ്പൊ പേടിയാവും.